നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഞാൻ കുക്കിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം മാവ് കളിപ്പിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൽ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടത് ഞാൻ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി, 2 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇതുപോലത്തെ ഒരു കയ്യിൽ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് കുറച്ച്. പിന്നെ നമ്മൾ കുറച്ച് നാളികേരം ഉണ്ട് കേട്ടോ. നാളികേരം ഞാനിങ്ങനെ കുറച്ച് അധികം ഇങ്ങനെ ചെരുക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ആവശ്യത്തിന് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മാവ് കലക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ആദ്യം കുറച്ച് അരിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ചോറ് മുഴുവനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടുണ്ട്. പിന്നെ അതുപോലെ നാളികേരം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നാളികേരം ഇട്ടുന്നുണ്ട് മുഴുവനായിട്ട്. പിന്നെ ഞാൻ ഇതിൽ ഈ ഒരു മൂടിയിലൊരു പകുതിയോളം ഈസ്റ്റ്, ഈ മൂടിയിലൊരു പകുതി അത്രയ്ക്ക് ഈസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തു. പിന്നെ നമ്മൾ ഇതിലേക്ക് 2 കൈലി പ്ലാവിലക്കൈലി പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ ഞാനിടുന്നത് കുറച്ച് ഉപ്പാണ് കേട്ടോ. ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് പേസ്റ്റ് പരുവത്തിലൊന്ന് അടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് നല്ല രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കാണിച്ചാൽ കണ്ടോ, നല്ല രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള പൊടിയില്ലേ ഇതും കൂടി ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം, വെറുതെ അടിച്ചെടുത്താൽ മതി. അതും കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ട്രിപ്പും ഞാൻ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെറുതെ നമ്മൾ അരിപ്പൊടി മാത്രം ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതാക്കിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാതും കൂടി നല്ല രീതിയിലൊന്ന് യോജിപ്പിക്കണം. ഒരു തുണ്ടും കൂടി വെള്ളം ഒഴിക്കാൻ തോന്നണം. നമുക്ക് കുറച്ച് ലൂസായിട്ട് ഇരുന്നോട്ടെ. വല്ലാണ്ട് ടൈറ്റ് ആവും. നമ്മൾ ദോശമാവിൻ്റെ അത്രയ്ക്ക് ടൈറ്റ് ആണ്, കുറച്ച് ലൂസ് കൂടി ആവാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നു കേട്ടോ. ഓക്കെ, ഇതോ ശരിയാണ്. നമുക്ക് ഇതിൽ പഞ്ചസാര ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം. ഒരു തുണ്ടും കൂടി പഞ്ചസാര ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. നാളെ കാലത്ത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ മാവൊന്ന് പൊന്തിയിട്ട് നാളെ കാലത്ത് തന്നെ ചേട്ടന് ജോലിക്ക് പോകണം. അപ്പോൾ കാലത്ത് അപ്പം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളയപ്പം മാവ് നല്ല രീതിയിൽ പൊന്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാം. അപ്പോൾ സമയം 4:30 ആയിട്ടുള്ളൂ. ചേട്ടന് 6 മണിക്കാണ് ഡ്യൂട്ടി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളയപ്പം. ഞാൻ ഓൾറെഡി വെള്ളയപ്പം ഉണ്ടാക്കണം. ചിക്കൻ കറി ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളയപ്പം നല്ല രീതിയിൽ പൊന്തി വന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ വെള്ളയപ്പം കേട്ടോ. വെള്ളയപ്പം ഉണ്ട്. ഇപ്പോഴത്തെ നമ്മൾ ചിക്കൻ കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എല്ലാതും ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ കട്ട ചായ കൂടി കുടിക്കുന്നു കേട്ടോ. അപ്പോൾ വെള്ളയപ്പം അത്യാവശ്യം വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നിൽക്കാം. അങ്ങനെ ഞാൻ എന്താ ചേട്ടനെ കൊണ്ടുപോകാനുള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ചേട്ടൻ ഇന്ന് 6 മണിക്കാണ് ഡ്യൂട്ടിക്ക് കയറേണ്ടത്. അപ്പോൾ നേരത്തോടെ തന്നെ പോകണം. ഒരു 5 മണിക്ക് ആയിട്ടുണ്ടാവുള്ള സമയം, 5 മണി 5:30 ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ. പുറത്താണെങ്കിൽ അത്യാവശ്യം നല്ല ഇരുട്ടൊക്കെയാണ്. അപ്പോൾ ചേട്ടൻ പോകാൻ റെഡി ആയി നിന്നപ്പോൾ ഞാൻ പുറത്തെ വീഡിയോ ഒക്കെ നിർത്താറ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം കേട്ടോ വീടിൻ്റെ.
ഇപ്പം നമ്മളുടെ അടുക്കളപ്പണി ഒരു വിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചേട്ടൻ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി കിടക്കും. പിന്നെ ഒരു 7 മണിക്ക് ആകുമ്പോഴേ എനിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ദേ വെള്ളയപ്പവും ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കാലത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് ജോലിക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിരിക്കും. ബൈ.